ഹായ് ഹലോ വെൽക്കം ടു അബീസ് ട്രാവൽ വേൾഡ്. എല്ലാവർക്കും എൻ്റെ യാത്രാ ലോകത്തേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. തിരുവനന്തപുരത്തുള്ള കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം അവിടെ എന്താണ് പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൽക്കാടുകൾ കാണാൻ വേണ്ടിയാണ്, മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ സ്ഥലം കൊല്ലമാണ്. അത്യാവശ്യം കണ്ടൽക്കാടുകളും കായലും കടലും ഒക്കെ ഉള്ള ഒരു ജില്ലയാണ്. പ്രശസ്തമായ 2 സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വൈറലായ സ്ഥലങ്ങളാണ്, സാമ്പ്രാണിക്കൊടിയും മൺട്രോത്തുരുത്തും. അപ്പോൾ അവിടെയും കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. ഈ തിരുവനന്തപുരത്ത് പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാക്ക് വാട്ടേഴ്സും കണ്ടൽക്കാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി എന്താണ് കണ്ണൂരിൽ കാണാനുള്ളതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. കൊച്ചുവേളി മംഗലാപുരം സ്പെഷ്യൽ ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് വൈകുന്നേരം 6:40 പുറപ്പെട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ മംഗലാപുരത്ത് എത്തിച്ചേരുന്നു. ഞങ്ങൾക്ക് പയ്യന്നൂർ വരെയാണ് പോകുന്നത്. പയ്യന്നൂരിൽ വെളുപ്പിനെ 4 മണിയോടുകൂടി എത്തിച്ചേരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ എത്തിയിരിക്കുകയാണ്. ഇന്നലെ കൊച്ചുവേളി മംഗലാപുരം സ്പെഷ്യൽ ട്രെയിനിൽ കയറി പയ്യന്നൂരിൽ രാവിലെ എത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം 2 കൂട്ടുകാരും കൂടിയുണ്ട്. അപ്പോൾ അവരോടൊപ്പമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞ കണ്ടൽക്കാടിലേക്ക് പോവുകയാണ്. കവായ് ഐലൻഡ് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ആ കവായ് ഐലൻഡിലേക്ക്. അപ്പം കവായ് ഐലൻഡിലെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുക. അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി ഞങ്ങൾ ഇനി കവായിലേക്ക് പോകാനായി ഏറ്റവും എളുപ്പമാർഗം ഓട്ടോയാണ്. 2.5 കിലോമീറ്ററേ ഉള്ളൂ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കവായിലേക്ക് പോകാനായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കവായിലേക്ക് പോകാനായി 80 രൂപയാണ് ഓട്ടോ ചാർജ്. 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ 80 രൂപ ഒരു മാന്യമായ തുക തന്നെയാണ്. ഹായ് ഹലോ. അങ്ങനെ ഞങ്ങൾ കവായി എത്തിയിരിക്കുകയാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കവായിലേക്ക് ഒരു ഓട്ടോയിൽ വന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ സ്പീഡ് ബോട്ടും കിടപ്പുണ്ട്, കയാക്കിംഗ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ കയാക്കിംഗ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ സ്പീഡ് ബോട്ടിൽ പോകാൻ പറ്റും. സ്പീഡ് ബോട്ടിന് ഒരു ട്രിപ്പിന് 800 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ടിൽ തന്നെ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ കവായ് ഐലൻഡിലേക്ക്. കണ്ടൽക്കാടുകളായി ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണ് കവായ് ഐലൻഡ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു ഹിഡൻ സ്പോട്ട് കൊണ്ടാണ്, അധികം സഞ്ചാരികളൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലം കൊണ്ടാണ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അധികം സഞ്ചാരികളൊന്നും ഇതേ സമയമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. കവായി ഐലൻഡിന്റെ യഥാർത്ഥ പേര് കവിൽ പട്ടണം എന്നായിരുന്നു. പിന്നീട് അത് കവായി ആയി മാറിയതാണ്. ഇവിടെ കവായി ബോട്ട് ടെർമിനൽ എന്ന് പറഞ്ഞൊരു ടെർമിനലുണ്ട്. ശരിക്കും ഇത് കാലി കടപ്പുറത്താണ് നിൽക്കുന്നത്. ഈ ബോട്ട് ടെർമിനൽ നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ പറയുന്ന പേര് കാലി കടപ്പുറം എന്നാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ബോട്ട് ടെർമിനൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ദ്വീപിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് കവായ് ഐലൻഡ് വരുന്നത്. സ്പീഡ് ബോട്ട് കറങ്ങി ബാക്ക് വശത്തേക്കാണ് പോകുന്നത്. ഒരു 5 മിനിറ്റ് യാത്രയുടെ ദൂരമേ ഉള്ളൂ. കവായ് ദ്വീപ് കായലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കവായ് ദ്വീപിലെ കായൽ കേരളത്തിലെ തന്നെ 3ാമത്തെ വലിയ കായലാണ്. അങ്ങനെ ഞങ്ങളുടെ സ്പീഡ് ബോട്ട് എത്തി. ഈ സ്പീഡ് ബോട്ടിലാണ് ഞങ്ങൾ കവായ് ഐലൻഡിലേക്ക് പോകുന്നത്. സ്പീഡ് ബോട്ടിന്റെ ചാർജ് 800 രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6 പേർക്കോളം ഒരു സ്പീഡ് ബോട്ടിനകത്ത് പോകാൻ സാധിക്കും. ഒരു ട്രിപ്പിന്റെ ചാർജാണ് 800 രൂപ. സ്പീഡ് ബോട്ടിൽ കയറി ഐലൻഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ ബാഗുകളൊക്കെ ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കണം. അപ്പൊ നമ്മുടെ ബോട്ടുകാരൻ ചേട്ടന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ബാഗുകളൊക്കെ അവിടെ വെച്ചു, ജാക്കറ്റൊക്കെ ഇട്ടു. ഇനി സ്പീഡ് ബോട്ടിൽ കയറി ഐലൻഡിലേക്ക് പോയാൽ മാത്രം മതി.
ദ്വീപിലേക്ക് സ്പീഡ് ബോട്ടിൽ മാത്രമല്ല കയാക്കിങ്ങും ചെയ്ത് നമുക്ക് ദ്വീപിലേക്ക് പോകാൻ സാധിക്കും. ഒരാൾക്ക് വരുന്ന റേറ്റ് 300 രൂപയാണ്. ഒരാൾക്ക് വേണമെങ്കിലും പോകാം, 2 പേർക്ക് വേണമെങ്കിലും പോകാം. എത്തി മോനെ എത്തി. ദാ മുന്നിൽ കാണുന്നതാണ് കവായ് ഐലൻഡ്. കണ്ടൽ കാടുകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ സ്വന്തം കവായ്. ഒരു 2-3 മിനിറ്റേ എടുത്തോളൂ ഇങ്ങോട്ട് എത്താനായിട്ട്. 5 മിനിറ്റ് ഒന്നും ആവശ്യമില്ല സ്പീഡ് ബോട്ടില്. എന്തായാലും സ്പീഡ് ബോട്ടില് ഇതിന്റെ അടുത്തോട്ട് എത്തുമ്പോഴേക്കും വളരെ സ്പീഡ് കുറഞ്ഞു. കാരണം ഇനി മണ്ണിൽ എഞ്ചിൻ പിടിക്കും. അതുകൊണ്ട് വളരെ സ്പീഡ് കുറഞ്ഞാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കി നമ്മളെ ഇറക്കുന്നതായിരിക്കും. കവായ് എത്തിയിരിക്കുകയാണ്. കവായ് ഐലൻഡ്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കി ഇദ്ദേഹം നമ്മളെ ഇറക്കിയിരിക്കുകയാണ്. ഞാനാണ് ആദ്യം ബോട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനി എന്റെ കൂടുള്ളവരും കൂടി ഇറങ്ങാനുണ്ട്. മനസ്സിലായി. അങ്ങനെ കവായ് ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. മാംഗ്രൂവ് ഫോറസ്റ്റ് കവായ് എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തെ. അതിമനോഹരമായ സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട പോലെ ഇങ്ങനെ നിൽക്കുന്ന ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്. മറ്റെങ്ങും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ നാട്ടിൽ അത്യാവശ്യം കണ്ടൽക്കാടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സാമ്പ്രാണിക്കൊടിയും മൺട്രോത്തുരുത്തും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കൊല്ലം ജില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ ഇവിടെ വന്നതിൻ്റെ കാരണം എന്താ ഇതാണ്. ഈ കുട പോലെ ഇങ്ങനെ അകലം പാലിച്ച് നിൽക്കുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഡ്രോൺ ഷോട്ട് വേണം, ആകാശ കാഴ്ച വേണം. പക്ഷെ നമുക്ക് ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കവായ് ഐലൻഡ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിരിക്കും ഇതിൻ്റെ ആകാശ കാഴ്ച കാണാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ വരിക. ഒരു ഹിഡൻ സ്പോട്ടാണ്. നോക്കൂ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് സ്പീഡ് ബോട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് അയാൾ പോയി. അപ്പം നമ്മളിനി വിളിക്കുമ്പോൾ അയാൾ വരും. അപ്പോൾ അതിമനോഹരമായ സ്ഥലമാണ്. പയ്യന്നൂരിന് 2.5 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലമാണ്. കണ്ണൂരുള്ള പയ്യന്നൂരുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് ഈ കവായ് ഐലൻഡ്. നിങ്ങളോട് ഇത് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ശരിക്കും ഈ സ്ഥലം അറിയാൻ പറ്റുന്നത് ഒരു സിനിമയുടെ ട്രെയിലറിൽ നിന്നാണ്. ഞാൻ ആ സിനിമയുടെ ട്രെയിലറിൻ്റെ ഒരു ഭാഗം കണ്ടു, ഒരു പുതിയ സിനിമയുടെ ട്രെയിലറിൻ്റെ ഭാഗം കണ്ടു. അതിൽ നിന്നാണ് എനിക്ക് ഈ സ്ഥലം അറിയാൻ പറ്റുന്നത്. ഞാൻ അതെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഈ കണ്ടൽക്കാടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയാൻ പറ്റിയത്. കണ്ണൂരിൽ അത്യാവശ്യം കണ്ടൽക്കാടുകളും ബാക്ക് വാട്ടേഴ്സും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നത് എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു. ഈ ഒരു 2-3 മാസമായതേ ഉള്ളൂ ഈ സ്ഥലം ഇങ്ങനെ ഇവിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട്. അതിമനോഹരമായൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് Let's party.
ചെറിയ ഏരിയയിലല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ അത്യാവശ്യം നമുക്ക് നടക്കാനുള്ള നല്ലൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നടന്ന് കാഴ്ചകൾ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് അത്രയും സമയം വരെ ഇവിടെ ചിലവഴിക്കാം. വളരെ എനിക്ക് ഇതിൽ പറയാൻ വാക്കുകളില്ല സുഹൃത്തുക്കളെ. അതിമനോഹരമായൊരു സ്ഥലമാണ്. കേരളത്തിൽ ഇങ്ങനൊരു സ്ഥലം വേറെ എങ്ങുമില്ല. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂരിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കവായ് ഐലൻഡ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന അതിമനോഹരമായൊരു സ്ഥലമാണിത്. ഞാൻ ഫാമിലിക്കൊക്കെ വളരെ അധികം റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ. കുട്ടികളായിട്ടൊക്കെ വരാനായിട്ട് നിങ്ങൾക്ക് പറ്റും. കാലിൻ്റെ മുട്ടിൻ്റെ അത്ര പോലും ഇല്ല ആഴം. അതിമനോഹരമായ സ്ഥലമാണ്. സാമ്പ്രാണിക്കൊടി മൺറോത്തുരുത്തും ഒക്കെ പോയിട്ടുള്ളവർക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടും. വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അതിമനോഹരമായിട്ട് ഒരു കുട പോലാണ് നമുക്ക് ചുറ്റും ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ വേറെ എങ്ങും ഇത് കണ്ടിട്ടില്ല. ഇത്രയും മനോഹരമായ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് വേറെ കണ്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് പിച്ചാവരം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ പോലും ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ കണ്ടൽക്കാടുകൾ ഇങ്ങനെ ഇടതൂർന്ന് കുറച്ച് അകലവും പാലിച്ച് ഇങ്ങനെ കുട പോലെ നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങളിവിടെ വന്ന് നോക്കണം. വളരെ പീസ്ഫുള്ള്. അതിരാവിലെ തന്നെ എത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വളരെ ആളുകളൊക്കെ കുറവായിരിക്കും. ചിലപ്പോൾ ഈ വീക്കെൻഡ്സ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിരിക്കാം. പക്ഷെ നമ്മൾ മാത്രമുള്ളവർ വളരെ സേഫായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐലൻഡാണ് കവായ് ഐലൻഡ്. ഞാൻ ഈ സ്ഥലത്തെ പറ്റി ഒരുപാട് ഭംഗി വാക്കുകൾ പറഞ്ഞു. ശരിക്കും അതൊന്നും തള്ളിമറിച്ചതല്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. ഓരോ യാത്രകളും വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഒരു യാത്രയിൽ പുതിയ സ്ഥലം പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെയാണ് പുതിയ ആളുകളെയും പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു ബോണസ് പോയിന്റ് ഞങ്ങൾക്കും കിട്ടി. ഒരു 3 പേരെ ഞങ്ങളും പരിചയപ്പെട്ടു. ഒരു ചേട്ടൻ്റെ മോളും പിന്നെ മോളുടെ കൂട്ടുകാരി. അവരൊരു വെക്കേഷൻ അവധിക്ക് വേണ്ടി കവായിൽ വന്നതാണ്. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, അവരെ സന്തോഷപൂർവ്വം യാത്രയാക്കി. ഓക്കെ, ഫോൺ വിളിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. ഇനി ബോട്ടിൽ കയറി തിരിച്ച് കരയിലേക്ക് പോകണം. കവായിലേക്ക് പോകുന്ന ഈ സ്പീഡ് ബോട്ട് യാത്രയും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഷറഫ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ബൈ.